ഈ പപ്പടം വെച്ചിട്ടേ ദേ ഇതുപോലെ റേറ്റും തട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുത്തത് പപ്പടം വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു പകുതി ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു പൊട്ടറ്റോ വേവിച്ച് സ്മാഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയോട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി എടുത്ത് വെച്ചിട്ട് പപ്പടത്തിലേക്ക് കയ്യിലൊന്ന് പച്ചവെള്ളം തടകി ഇതിന്റെ വശങ്ങളിലായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ശേഷം മസാല ഇതിലേക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സെക്യൂർ ആയിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാം റെഡിയാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടാൻ ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടമാണ്, സോ ബി കെയർഫുൾ. ഇനി ഇതൊന്ന് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതും പതിയെ വേണം കേട്ടോ. അപ്പൊ ഏകദേശം നമ്മുടെ ഐറ്റം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കളറൊക്കെ മാറി ഈ ഒരു ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായി പപ്പടം കൊണ്ടുള്ള ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോ ഓക്കെ, ബൈ.